ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ പീസസ് ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ചിക്കൻ എടുക്കുമ്പോൾ 65 എടുക്കുമ്പോൾ ചെറുതായിട്ട് നുറുക്കണം. എന്നാലാണ് നമ്മൾ മാവൊക്കെ പുരട്ടി വയ്ക്കുമ്പോൾ നന്നായിട്ട് അതിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ വേണ്ടത്, ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ, ഒരു മുട്ട, പിന്നെ നാരങ്ങ, ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ 65-ന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഒരു മുട്ട ഞാനിവിടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അതും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതേപോലെ ഒരു പകുതി നാരങ്ങയുടെ നീരുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഒരുപാട് ഞാൻ കോളിഫ്ലവറിൻ്റെ 65 ഇട്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം കൂടി പോകണ്ട. ശരിക്കും പെരണ്ടിരിക്കാൻ പറ്റുന്ന സൈസിൽ നമ്മളെപ്പോഴും മാവ് റെഡിയാക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കൂടുതലെടുക്കുമ്പോൾ അതിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ഇതിട്ട് കൊടുക്കാം. ഇതെന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ല പെരണ്ടിരിക്കുന്ന പരുവാണ്. വെള്ളമൊന്നും അധികം കൂടി പോകാനൊന്നും പാടില്ല. അതങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണയിലേക്ക് ഇടുന്ന വഴി തന്നെ ആ മസാലയൊക്കെ അതിൽ നിന്ന് വിട്ടു പോവും, ഇറച്ചിയിലേക്ക് ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്ക് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇത് അടച്ചു വെക്കാം, അതല്ലെങ്കിൽ പുറമെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ ഇടാം.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പം മുളക് പൊടിയുടെ എണ്ണത്തിൽ അളവിൽ മാറ്റം വരുത്താം. അപ്പം ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് എരിവ് കുറവായിരിക്കും, അതേപോലെ തന്നെ കളറും കിട്ടും നമുക്ക് നമ്മുടെ 65-ന്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ 65 നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് കോളിഫ്ലവറിൻ്റെ ഗോബി 65 ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ കാണാത്തവരത് കാണാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതേപോലെ തന്നെ ഈ 65-ൻ്റെ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിൽ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 65 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ എല്ലാ ചിക്കനും വറുത്തെടുത്തു. ഇതേപോലെ നല്ല റെഡ് കളറായി വരുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് നേരം ഇട്ടത് ഭയങ്കരമായിട്ട് കറുത്ത കളർ ആവണ വരെ ഇട്ട് മുരിക്കേണ്ട ആവശ്യമില്ല. ഈ കളറാവുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇനി ഞാനിതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയതും ഒരു സബോളയുടെ പകുതി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയുണ്ട്, അത് ഫ്രൈ ചെയ്ത് നമുക്ക് 65-ലേക്ക് ഇടാം. അപ്പോൾ തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് മുളക് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സബോള ഒരുപാടിട്ട് നമ്മൾ ഗോൾഡൻ നിറാവുന്നവരൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. പച്ചപ്പ് അങ്ങോട്ട് പോണ്ട. പച്ച ഇതിൽ തന്നെ കിടന്നിട്ട് ഞാൻ കോളിഫ്ലവറിൻ്റെ 65 ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് മുരിയേണ്ട ആവശ്യമില്ല നമ്മുടെ സബോള. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കോരിയെടുത്ത് നമ്മുടെ 65-ലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ 65 ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്